രാമ ജന്മഭൂമി എന്ന് വിശ്വസിക്കപ്പെടുന്ന അയോധ്യയിൽ രാമന്റെ വലിയ ക്ഷേത്രം ഉണ്ടാവുന്നു. അതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായി മാറുന്നു, ഒരു ആത്മീയ പ്രൊജക്റ്റിനപ്പുറത്ത്. ഇപ്പോൾ ഈ സംഭാൽ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരം കൽക്കി കലിയുഗത്തിൽ ജന്മമെടുക്കും എന്ന് ഹിന്ദു മത വിശ്വാസികൾ വിശ്വസിക്കുന്ന സ്ഥലമാണ്. അവിടെ ക്ഷേത്രം വേണം എന്ന ആവശ്യമാണ് ഈ ലിറ്റിഗേഷന്റെ ഒക്കെ പുറകിൽ. അപ്പം ഇത് കോടതികൾ ആ നിലയ്ക്ക് എന്റർടൈൻ ചെയ്താൽ എങ്ങനെയാണ് ബാബറി കേസിൽ സുപ്രീം കോടതി വിധി ഉണ്ടായത് എന്നുള്ളത് നമ്മുടെ മുൻപിലുണ്ട്. ഇത് ഈ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ രാഷ്ട്രീയ പ്രശ്നത്തിനപ്പുറത്ത് ഇനി അങ്ങോട്ടുള്ള പതിറ്റാണ്ടുകളിലല്ല നൂറ്റാണ്ടുകളോളം ഏത് പള്ളിയുടെ കാര്യത്തിലും ഏത് ക്ഷേത്രത്തിന്റെ കാര്യത്തിലും ഏത് സ്ട്രക്ചറിന്റെ കാര്യത്തിലും ഇത് ആവർത്തിക്കപ്പെടാമല്ലോ. എന്തുകൊണ്ടാണ് ഒരു നിയമമുണ്ടായിട്ടും ഇത്തരത്തിലുള്ള ലിറ്റിഗേഷനുകൾ അവസാനിപ്പിക്കാനുള്ള ജാഗ്രത ഇന്ത്യയിലെ ജുഡീഷ്യറി കാണിക്കാത്തത്? അഭിലാഷേ, ഇപ്പൊ ബി.ജെ.പിയുടെ പ്രതിനിധി ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ച രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ, ഒന്ന് തർക്കഭൂമി. ആ തർക്കഭൂമിക്ക് തീരുമാനമെടുക്കാൻ അധികാരം സിവിൽ കോടതിക്കേ ഉള്ളൂ എന്നതാണ്. രണ്ട്, ഇവിടെ പൈതൃക സമ്പത്തുകൾ സംരക്ഷിക്കാനുള്ള അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എങ്ങനെയായി തർക്കഭൂമിയാകുന്നത്? ഇപ്പോ സംഭാല്, അജ്മീർ ദർഗ, ഡൽഹി ജുമാ മസ്ജിദ്, അതുപോലെ ഗ്യാൻ ബാബി, 500 കൊല്ലമായി ഇതൊന്നും തർക്കഭൂമി അല്ലല്ലോ. തർക്കഭൂമി ആയത് കഴിഞ്ഞ 3-4 കൊല്ലത്തിൽ ഈ സംഘപരിവാർ ഭരണത്തിന്റെ കീഴിലല്ലേ. ആദ്യം ഇത്തരത്തിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ഒരു പരാതി കൊടുക്കാൻ ഒരു ടീം, ആ പരാതി കൊടുത്താൽ ഏതും സിവിൽ കോടതിയിൽ പോകാൻ മറ്റൊരു ടീം, ആ സിവിൽ കോടതിയിൽ കുറച്ചു പേര് പോയി കഴിഞ്ഞാലോ തെരുവീതികളിൽ ഇറങ്ങി സംഘർഷമുണ്ടാക്കാൻ മറ്റൊരു ടീം, അതുപോലെ ടെലിവിഷൻ ചാനലുകളിൽ ഇത്തരത്തിൽ വന്ന് വിദ്വേഷം ജനിപ്പിക്കാൻ മറ്റൊരു ടീം, അതുപോലെ ചില ചാനലുകളിലെ ആങ്കർമാർ പോലും ഇത്തരത്തിൽ ആ വിദ്വേഷം ഉണ്ടാക്കാനുള്ള ഇടപെടൽ നടത്തുന്ന മറ്റൊരു ടീം, അതുപോലെ തന്നെ വഴിതടഞ്ഞ് സംഘർഷം ഉണ്ടാക്കുന്നു, അവസാനം ഇത് പൊളിക്കാൻ ഒരു ടീം. അങ്ങനെ പല അജണ്ട തീരുമാനിച്ച് ഒരു തർക്കവുമില്ലാത്ത ഭൂമിയെ തർക്കഭൂമിയാക്കി മാറ്റുന്ന അജണ്ടയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ബാബറി മസ്ജിദിന്റെ വിധി വന്നു. എന്താ സുപ്രീം കോടതി പറഞ്ഞേ? ചരിത്രത്തിലെ 4 തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു. 1949 ബാലനായ രാമന്റെ വിഗ്രഹം കൊണ്ടുപോയി ബാബറി മസ്ജിദിൽ വയ്ക്കാൻ അവസരമുണ്ടാക്കിയത് 1ാമത്തെ തെറ്റ്. 1986 ബാബറി മസ്ജിദിന്റെ ഗേറ്റ് മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി തുറന്നു കൊടുത്തത് 2ാമത്തെ തെറ്റ്. 1989 ബാബറി മസ്ജിദിനുള്ളിൽ മറ്റു മതത്തിൽപ്പെട്ടവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തത് ചരിത്രത്തിലെ 3ാമത്തെ തെറ്റ്. 1992 ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർക്കാൻ അനുവദിച്ചത് ഏറ്റവും വലിയ തെറ്റ്. ആ 4 തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടല്ലേ സുപ്രീം കോടതി അതേ സ്ഥാനത്ത് തന്നെ പള്ളി പണിയാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഞാൻ സൂചിപ്പിച്ചത്, ഒരു തർക്കമില്ലാത്ത ഭൂമി തർക്കഭൂമിയാക്കി മാറ്റി സംഘർഷമുണ്ടാക്കി അത് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിന് ചില ഘട്ടത്തിൽ നീതിന്യായ പീഠങ്ങൾ വരെ മൗനാനുവാദം കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പൈതൃക സമ്പത്തുകൾ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്നു. അത് ഏതെങ്കിലും മതത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യം തകർത്തുകൊണ്ടാണോ അത് ഏറ്റെടുക്കുന്നത്? അതിന് അത്തരത്തിലുള്ള അധികാരമുണ്ടോ? ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കണം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അമ്പലമായും പള്ളി പള്ളിയായും മറ്റ് ആരാധനാ സ്ഥാനങ്ങൾ അതേപോലെ തുടരാനാണ് ഈ 91 പാസാക്കിയ നിയമം അനുവദിക്കുന്നത്. അതിൽ എക്സെപ്ഷൻ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് സംരക്ഷിക്കാൻ വേണ്ടി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇടപെടൽ നടത്തുമ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും വകുപ്പ് അത്തരത്തിൽ മണ്ണു മാന്താനും സർവേ നടത്താനും അത് പൊളിച്ചടക്കാനുമുള്ള അധികാരം കൊടുക്കുന്നില്ല. അപ്പം മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയാണ്, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെ തകർക്കുകയാണ്, അതുപോലെ ഐക്യത്തെയും അഖണ്ഡതയെയും മമതയെയും തകർക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ആദ്യം ഇത്തരത്തിൽ തർക്കഭൂമിയാക്കും, പരാതി കൊടുക്കും, പരാതി പരിഗണിക്കുന്നില്ലെന്ന് പറഞ്ഞ് സിവിൽ കോടതിയിൽ വരും, അതിനുവേണ്ടി സംഘർഷമുണ്ടാക്കും, നാട്ടിൽ കലാപമുണ്ടാക്കും, നിരവധി ആളുകളെ കൊന്നൊടുക്കും. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഈ സംഘർഷ മേഖലയൊന്ന് സന്ദർശിച്ചാൽ എന്താണ് കുഴപ്പം? ആ മരണപ്പെട്ടവരുടെ വീട് സന്ദർശിച്ചാൽ എന്താണ് കുഴപ്പം? പരിക്കേറ്റ നിരവധി ആളുകളുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞത് വെടിവെച്ച് കൊന്നതാണ് എന്നതിന് എന്താണ് തെളിവ്? പയ്യെ അല്ല ചെറുതായിട്ടൊന്ന് വെടിവെച്ചതാണോ അതോ സ്വയം ഏറ്റുമുട്ടി മരിച്ചതാണോ എന്നതിനെ കുറിച്ചിട്ടായിരിക്കും ഇനി ചർച്ച. അവസാനം പറയും സ്വയം ഏറ്റുമുട്ടി മരിച്ചതാണ് എന്ന് വരും. ഒരു പത്രത്തിനും അന്തസ്സോടെ ധൈര്യത്തോടെ വാർത്ത കൊടുക്കാൻ സ്വാതന്ത്ര്യമില്ലല്ലോ. അവരെയും പിടിച്ച് ജയിലിലിടും, ബുൾഡോസർ രാജ്യം നടപ്പാക്കും. പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നവരെ അവരെയും കള്ളക്കേസിൽ കൊടുക്കും. അങ്ങനെ ഒരു പ്രതിഷേധവും ഇല്ലാത്ത നാടായി. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരെല്ലാം രാജ്യദ്രോഹികളായി മാറുന്ന കാഴ്ച നാം കാണും. 9 വയസ്സുള്ള ഒരു കുട്ടി ഹദ്രാസിൽ നമ്മൾ കണ്ടില്ല, 9 വയസ്സുകാരന്റെ ശവശരീരം പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തില്ല, പോലീസ് തന്നെ മറവ് ചെയ്തു. ആ വാർത്ത സംപ്രേഷണം ചെയ്യാൻ പോയ പത്രപ്രവർത്തക അസോസിയേഷന്റെ നേതാവിനെ വരെ അങ്ങ് പിടിച്ച് പോലീസ് ജീപ്പിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, നീ രാജ്യദ്രോഹിയാണ്. 1.25 വർഷം കഴിഞ്ഞില്ലേ ജയിൽ മോചിതനാകാൻ? അതുപോലെ ആൾട്ട് ന്യൂസ് അടക്കം സത്യസന്ധമായിട്ടുള്ള വാർത്തകളുടെ പൊരുൾ തേടി പോകുന്നവരെ എല്ലാം
രാജ്യദ്രോഹിയാക്കി മാറ്റിയ കഥ നാം കണ്ടില്ലേ? അതുകൊണ്ട് ഏറ്റവും സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കുകയാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ വിഷയങ്ങളും ഇവിടെ ചർച്ചയാവരുത്. ഈ രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അതുപോലെ തന്നെ മറ്റ് അനിശ്ചിതാവസ്ഥകളൊന്നും ചർച്ചയാക്കരുത്. ഇവർ ഉന്നയിച്ച പൊളിറ്റിക്കൽ അവരുടേതായിട്ടുള്ള വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. കാശ്മീരിനെ കീറിമുറിച്ചു, പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ ബാബറി മസ്ജിദ്. അപ്പൊ ഇനി മറ്റു വിഷയങ്ങളില്ല. അതുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കണം. അത് ഈ രാജ്യത്തെ സംഘർഷ ഭൂമിയാക്കി മാറ്റി മറ്റു മതത്തിൽപ്പെട്ടവരുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ച്, ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ച്, പ്രതിഷേധത്തിന്റെ സ്വരം ഇല്ലാതാക്കി ഒരു മതരാഷ്ട്രമാക്കി ഈ രാഷ്ട്രത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾ തെരുവീതികളിൽ ഇറങ്ങും, പ്രതിഷേധം ഉന്നയിക്കും, പരമോന്നത നീതിപീഠത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭം ഈ രാജ്യത്ത് വളർന്നു വരും. ആ പ്രക്ഷോഭം തന്നെയാണ് ഈ നാട് ആവശ്യപ്പെടുന്നത്.